എല്ലാവർക്കും നമസ്കാരം. ടെമ്പസ്റ്റ് 2 ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് +2 ബോട്ടണിയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ ഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. വളരെ വിശദമായി തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോ ക്ലാസ്സിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോക്കസ് ഏരിയ വിശദമാക്കുന്ന വീഡിയോ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എങ്കിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. When pollen is transferred from anther of a flower to stigma of another flower of the same plant, it is referred to as. ഇവിടെ ആൻസർ ഗൈറ്റ്നോഗമി എന്നാണ്. ഒരു പ്ലാന്റിന്റെ മറ്റുള്ള ഫ്ലവറിലേക്കാണ് പൊളൻ ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഗൈറ്റ്നോഗമി ആൻസറായിട്ട് വരുന്നത്. ഇവിടെ സീനോഗമിയും ഓട്ടോഗമിയുമാണ് മറ്റ് രണ്ട് കാര്യങ്ങളായിട്ടുള്ളത്. സീനോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് പൊളിനേഷനാണ്. മറ്റുള്ള പ്ലാന്റ്സിലേക്കാണ് പൊളൻ ഗ്രെയിൻസ് വീഴുന്നത്. ഓട്ടോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഫ്ലവറിലേക്ക് നടക്കുന്ന പൊളിനേഷൻ മെത്തേഡാണ്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ആർ സീഡ്ലെസ് നോൺ ആസ്. ഇവിടെ പാർത്തനോ കാർപ്പി എന്നുള്ളതാണ് ആൻസർ. പാർത്തനോ ജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ന്യൂ ഓർഗാനിസം ഫോം ചെയ്യുകയാണെങ്കിൽ അത് പാർത്തനോ ജെനിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. പോളി എംബ്രിയോണി, മോർ ദാൻ വൺ എംബ്രിയോ ഫോം ചെയ്യുന്ന അവസ്ഥയാണ് പോളി എംബ്രിയോണി. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതിലൂടെ സീഡ്സ് ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. Next, in some seeds, the nucellus may be persistent. Such a nucellus is called. അതിനെ വിളിക്കുന്ന പേര് പെരിസ്പേം എന്നാണ്. Remnants of nucellus. It is called പെരിസ്പേം. സ്കുട്ടെല്ലം ഷീൽഡിലേക്ക് സിംഗിൾ കോട്ടിലിഡൻ ആണ്. മോണോകോട്ടിലെ സ്കുട്ടെല്ലം എന്ന് അറിയപ്പെടുന്നത്. Name the cellular thickening found on Synergid. Give its functions. സൈനർജിഡിൽ കാണുന്ന സെല്ലുലാർ തിക്കനിങ്ങിനെ ഫിലിഫോം അപ്പാർട്ടസ് എന്നാണ് പറയുക. ഇറ്റ് ഗൈഡ്സ് പൊളൻ ടിപ്പ് ഇൻ ടു സൈനർജിഡ്. പൊളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് ഫോർ മെനി ഇയേഴ്സ് ഡ്യൂ ടു സം ക്യാരക്ടറിസ്റ്റിക്സ്. നെയിം ദ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ പൊളൻ വാൾ പ്രൊമോട്ട് സച്ച് പ്രിസർവേഷൻ. സ്പോറോപൊളനിൻ എന്നാണ് വിളിക്കുന്നത്. എക്സൈൻ സർഫസിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് സ്പോറോപൊളനിൻ. ഗീവ് റീസൺസ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ആൻഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചേഴ്സ്, സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലി. നോ എൻസൈം ക്യാൻ degrade sporopollenin. Due to the presence of sporopollenin, pollen grains are preserved as fossils. സ്ട്രോങ് ആസിഡോ ആൽക്കലിയോ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനോ ഒന്നും പൊളൻ ഗ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഫോസിൽ സ്പെസിമെൻസ് ആയിട്ട് നിലനിൽക്കാനായി കാരണമായി കാണുന്നത്. ഇഫ് ദ ഡിപ്ലോയ്ഡ് ക്രോമോസോം നമ്പർ ഓഫ് എ പ്ലാന്റ് ഈസ് 24, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ക്രോമോസോം ഇൻ സൈനർജിഡ്, ആന്റിപോഡൽ ആൻഡ് എൻഡോസ്പേം. ഒരു ഡിപ്ലോയ്ഡ് ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത് 24 ആണെങ്കിൽ അത് ഡിപ്ലോയ്ഡ് കണ്ടീഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ സൈനർജിഡിൽ ഹാപ്ലോയ്ഡ് കണ്ടീഷനാണ്, ആന്റിപോഡലിൽ ഹാപ്ലോയ്ഡ് കണ്ടീഷനാണ്. അവിടെ 12 വീതമാണ് ക്രോമോസോം നമ്പർ വരിക. എൻഡോസ്പേമിൽ 3n ആണ്, ട്രിപ്ലോയ്ഡ് കണ്ടീഷനാണ്. അതുകൊണ്ട് 36 ആണ് അവിടെ വരുന്ന ക്രോമോസോം നമ്പർ. നെക്സ്റ്റ്, ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നു. ആ ഡയഗ്രത്തിൽ എയും ബിയും സിയും ഡിയും മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ദ ഫോളോവിംഗ് ഡയഗ്രാം ആൻഡ് ലേബൽ എ ബി സി ആൻഡ് ഡി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആന്തർ വാൾ ലെയേഴ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. അതാണ് ലേബൽ ചെയ്യാനായി പറയുന്നത്. എ എപ്പിഡെർമിസ്, ബി എൻഡോതീസിയം, സി മിഡിൽ ലെയേഴ്സ് ആൻഡ് ഡി ടപ്പീറ്റം. നെക്സ്റ്റ്, ഡിഫറൻസസ് ബിറ്റ്വീൻ മൈക്രോസ്പോറോജെനിസിസ് ആൻഡ് മെഗാസ്പോറോജെനിസിസ്. വിച്ച് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദീസ് ഇവന്റ്സ്? നെയിം ദ സ്ട്രക്ചേഴ്സ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദീസ് 2 ഇവന്റ്സ്. മൈക്രോസ്പോറോജെനിസിസ് എന്താണ്? It is the process of formation of microspores from microspore mother cell. മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന്
മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ് മൈക്രോസ്പോറോജനസിസ്. ഇത് പൊള്ളൻ സാക്സിലാണ് നടക്കുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ പൊള്ളൻ സാക്സ് ഓഫ് ആന്തേഴ്സ്. നെക്സ്റ്റ്, മെഗാസ്പോറോജനസിസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ് മെഗാസ്പോറോജനസിസ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ന്യൂസിലസ് പാർട്ട് ഓഫ് ദി ഓവ്യൂൾ. ന്യൂസിലസിൽ ആണ് പ്രധാനമായും ഇത് നടക്കുന്നത്. രണ്ട് പ്രക്രിയകളിലും മിയോസിസ് വഴിക്കാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, എ ക്ലോസ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എ സ്പീഷീസ് ഓഫ് മോത്ത് ആൻഡ് ദ പ്ലാന്റ് യൂക്ക. Where both species moth and yucca cannot complete their life cycle without each other, justified. The moth deposits its egg in the locule of the ovary of the yucca flower. Flower in turn gets cross-pollinated by moth. The larvae of moth come out of the eggs as the seeds start developing. ഇവിടെ മോത്ത് എഗ് ലൈയിങ് നടത്തുന്നത് ഓവറി ലോക്യൂളിലാണ്, ഓവറിയുടെ ചേംബറിലാണ്. യൂക്ക ഫ്ലവറിൻ്റെ ഓവറി ചേംബറിലാണ്. അതുകൊണ്ട് തന്നെ ഫ്ലവർ പൊളിനേഷൻ നടത്തപ്പെടുകയാണ്. ലാർവേ ഓഫ് മോത്ത് കം ഔട്ട് ഓഫ് ദ എഗ്സ് ആസ് ദ സീഡ്സ് സ്റ്റാർട്ട് ഡെവലപ്പിംഗ്. ഫോർ പ്ലാന്റ് ബ്രീഡിംഗ് പർപ്പസസ് പൊളൻസ് ആർ സ്റ്റോർഡ് അറ്റ് -196 degrees Celsius. What is the purpose behind it? Stored pollen can be used as pollen banks in crop breeding program. സ്റ്റോർ ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസ് പൊളൻ ബാങ്കായി സൂക്ഷിക്കുകയാണ്. ഇത് പിന്നീടുള്ള പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാമിന് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. റൈറ്റ് ഡൗൺ ദ നാച്ചുറൽ ഡിവൈസസ് ഇൻ പ്ലാന്റ്സ് ടു പ്രിവെൻറ്റ് സെൽഫ് പൊളിനേഷൻ. സെൽഫ് പൊളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ചില നാച്ചുറൽ ഡിവൈസസ്, പ്ലാന്റ്സിൽ കാണുന്ന നാച്ചുറൽ ഡിവൈസസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഇൻബ്രീഡിംഗ് ഡിപ്രഷനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഇത്. പൊള്ളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് അറ്റ് ദ സെയിം ടൈം. പൊള്ളൻ റിലീസ് ചെയ്യുന്നതും സ്റ്റിഗ്മ റിസീവ് ചെയ്യുന്നതും ഒരേ സമയം ആയിരിക്കില്ല എന്നുള്ളതാണ്. ആന്ത്ര് ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ. ആന്ത്രും സ്റ്റിഗ്മയും സെപ്പറേറ്റ് പൊസിഷനിലാണ്, അല്ലെങ്കിൽ അഭിമുഖമായി വരുന്നില്ല എന്നുള്ളതാണ്. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. ഒരു പ്ലാന്റിൽ തന്നെ, ഒരു ഫ്ലവറിൽ തന്നെ പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ ജെർമിനേഷൻ നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് വരുമ്പോൾ അവിടെ സെൽഫ് പൊളിനേഷനുള്ള സാധ്യതയില്ല. ഇത്തരം കാര്യങ്ങളാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ഫീച്ചേഴ്സ് ഓഫ് വിൻഡ് ആൻഡ് ഇൻസെക്ട് പൊളിനേറ്റഡ് ഫ്ലവേഴ്സ്. വിൻഡ് പൊളിനേഷൻ കാറ്റിലൂടെ നടക്കുന്ന പൊളിനേഷനാണ്. പൊളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. ലൈറ്റ് വെയിറ്റ് ഉള്ള പൊളൻ ഗ്രെയിൻസ് ആണ്, ഒട്ടിപ്പിടിക്കാത്തതാണ്. ദേ പൊസസ് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻസ് വെൽ എക്സ്പോസ്ഡ് ആണ്. സ്റ്റിഗ്മ ഫെദറി ആണ്. സച്ച് ഫ്ലവേഴ്സ് ഹാവ് എ സിംഗിൾ ഓവ്യൂൾ ഇൻ ഈച്ച് ഓവറി ആൻഡ് ന്യൂമറൽ ഫ്ലവേഴ്സ് പാക്ക്ഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസൻസ്. ഒരു ഓവറിയിൽ ഒരു ഓവ്യൂൾ മാത്രമാണ്, അതുപോലെ തന്നെ ഇൻഫ്ലോറസൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ ഫ്ലവേഴ്സും പാക്ക് ചെയ്യപ്പെട്ട് അത് ഇൻഫ്ലോറസൻസ് ആയി മാറിയിരിക്കുകയാണ്. ഇൻസെക്ട് പൊളിനേഷൻ. ഫീച്ചേഴ്സ് ഓഫ് എനിമൽ പൊളിനേറ്റഡ് ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്? ഫ്ലവേഴ്സ് ആർ ലാർജ്, കളർഫുൾ, ഫ്രാഗ്രൻറ്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ. ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത ലാർജാണ്, കളർഫുള്ളാണ്, നല്ല മണമുള്ള ഫ്ലവേഴ്സാണ്, നെക്ടറും ധാരാളമുണ്ട്. ദ സ്മോൾ ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു ഇൻഫ്ലോറസൻസ് ടു മേക്ക് ദം കോൺസ്പിക്കസ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻസെക്ട് പൊളിനേഷനിൽ മുഖ്യമായും വരുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്? ഗീവ് എക്സാമ്പിൾ ഫോർ 2 ഫ്രൂട്ട്സ്. ഇവിടെ 3 തരം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഫോൾസ് ഫ്രൂട്ട്, ട്രൂ ഫ്രൂട്ട്സ്, പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്. ഇവിടെ തലാമസ് ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഫോൾസ് ഫ്രൂട്ടിൽ കാണുന്നത്. ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ തുടങ്ങിയ പ്ലാന്റ്സിൽ ഇത്തരം ഫ്രൂട്ട് കാണാൻ കഴിയും. നെക്സ്റ്റ്, ട്രൂ ഫ്രൂട്ട്. ഓവറിൽ നേരിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണ് ട്രൂ ഫ്രൂട്ട്. മറ്റൊന്ന് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്, അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അത്തരം ഫ്രൂട്ടാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. എക്സാമ്പിൾ ബനാന. മിക്കവാറും ഹോർമോൺ അപ്ലിക്കേഷൻ കൊണ്ടും പാർത്തനോ കാർപ്പി ഇൻഡ്യൂസ് ചെയ്യാനായി കഴിയും.
അത്തരം ഫ്രൂട്ട്സ് സീഡ്ലെസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇൻ കമലിന വയോള ഓക്സാലിസ് ദി കാസ്മോഗമസ് ആൻഡ് ക്ലീസ്റ്റോഗമസ് ഫ്ലവേഴ്സ് ക്യാൻ ബി സീൻ. ഫൈൻഡ് ഔട്ട് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. കാസ്മോഗസ് ഫ്ലവേഴ്സ് വിത്ത് എക്സ്പോസ്ഡ് ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ. ആന്തർ ഡിഗൈസ് അറ്റ് ഓപ്പണിംഗ് സ്റ്റേജ് ഓഫ് ദ ഫ്ലവർ. ഇവിടെ ഫ്ലവർ ഓപ്പൺ ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ ആന്തർ ഡിഗൈസ് ചെയ്യുന്നു. അതുകൊണ്ട് പൊളിനേഷൻ കൃത്യമായി നടക്കുകയാണ്. ക്ലീസ്റ്റോഗമസ് ഫ്ലവേഴ്സ് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. ആന്തേഴ്സ് ഡിഗൈസ് ഇൻ ദ ഫ്ലവർ ബഡ്. അവിടെ ഫ്ലവർ ഓപ്പൺ ചെയ്യുന്നില്ല, ആന്തർ ഫ്ലവർ ബഡിൽ വെച്ച് തന്നെ പൊട്ടി പുറത്തു വരികയാണ്, പൊളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുകയാണ്. ആ പൊളൻ ഗ്രെയിൻസ് നേരിട്ട് പൊളിനേഷനിൽ വരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, one time fertilization is characteristic feature of majority of plants, but angiosperm show 2 times of fertilization. A 2 fusion occurs are different. Name it and write down the number of nuclei involved in such process. Syngamy 2 ന്യൂക്ലിയസ് ഫ്യൂഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ട്രിപ്പിൾ ഫ്യൂഷൻ 3 ന്യൂക്ലിയസ് ഫ്യൂഷനിൽ പങ്കെടുക്കുന്നു. നെയിം ദ പ്രൊഡക്ട്സ് ആൻഡ് പ്ലോയിഡി. സിൻഗമി നടക്കുമ്പോൾ സൈഗോട്ട് ഫോം ചെയ്യുകയാണ്. 2n കണ്ടീഷനാണ്, ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുമ്പോൾ പ്രൈമറി എൻഡോസ്പെ ന്യൂക്ലിയസ് പെൻ ഫോം ചെയ്യുന്നു, ട്രിപ്ലോയിഡ് കണ്ടീഷനാണ്. ഇവിടെ ഓവലിൻ്റെ പിക്ചർ കൊടുത്തിട്ട് അതിൽ ചില ഭാഗങ്ങൾ ലാബിൽ ചെയ്യാനായി പറഞ്ഞിരിക്കുന്നു. ഹൈലം, ഫ്യൂണിക്കിൾ, മൈക്രോപൈലാർ പോൾ, ന്യൂസില്ലസ്, ചലാസൽ പോൾ, എംബ്രിയോസാക് തുടങ്ങിയവ ഇവിടെ ലേബൽ ചെയ്തിരിക്കുന്നു. പ്രത്യേകം നോക്കുക. കോപ്പി ദ പിക്ചർ ഗിവൺ അബോവ് ആൻഡ് മാർക്ക് ദ ഫോളോവിങ്. ഇവിടെ ആന്തറിൻ്റെ പിക്ചർ കോപ്പി ചെയ്തെടുക്കുന്നു. അതിൽ ലേബൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ലേബൽ ചെയ്തിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. കണക്റ്റീവ് ടിഷ്യൂ, എൻഡോത്തീസിയം, ടപ്പീറ്റം, സ്പോറോജിനസ് ടിഷ്യൂ. 3 different flowers are given to you in the practical class: maize, Vallisneria, rose. You are asked to group them based on pollinating agents. Describe the adaptations of each flower related with the agents of pollination. Maize, wind pollination ആണ്. The pollen grains are light and non-sticky. They possess well-exposed stamens and feathery stigma. Second, Vallisneria, water pollination. Water pollinated flowers are not very colorful and do not produce nectar. Second, pollen grains are protected from wetting by a mucilaginous covering. മൂന്നാമത്തേത് rose, insect pollination. Insect pollinated flowers are large, colorful, fragrant and rich in nectar. Second, the flowers are small and a number of flowers are clustered into inflorescence. The developmental stages of male gametes in plants consists of microsporogenesis and male gametophyte. Arrange the following terms in their correct developmental sequence. ഇവിടുത്തെ കൊടുത്തിരിക്കുന്നു: പൊളൻ ഗ്രെയിൻ, സ്പോറോജിനസ് ടിഷ്യൂ, ആന്തർ, മൈക്രോസ്പോർ ടെട്രാഡ്, പൊള്ളൻ മദർ സെൽ, മെയിൽ ഗാമേറ്റ്. ഇതിൻ്റെ ക്രമം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആന്തർ, സ്പോറോജിനസ് ടിഷ്യൂ, പൊള്ളൻ മദർ സെൽ, മൈക്രോസ്പോർ ടെട്രാഡ്, പൊള്ളൻ ഗ്രെയിൻ, മെയിൽ ഗാമേറ്റ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് പൊളിനേഷൻ ഇൻ കമലിന ഈസ്. ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ ക്ലീസ്റ്റോഗമി എന്നുള്ളതാണ്. ഫ്ലവർ ബഡ് ഓപ്പൺ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ ക്ലീസ്റ്റോഗമി ആൻസർ ആയിട്ട് വരുന്നത്. ഗീവ് ദ ടെക്നിക്കൽ ടേംസ് ഫോർ ദ ഫോളോവിങ്. എ പ്രൊഡ്യൂസസ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇതിനുത്തരം പാർത്തനോ കാർപ്പി. പേഴ്സിസ്റ്റന്റ് ന്യൂസിലസ്, പെരിസ്പെം എന്നുള്ളതാണ്. കോട്ട്ലഡൻസ് ഓഫ് ഗ്രാസ് ഫാമിലി, അതിനെ വിളിക്കുന്ന പേര് സ്കുട്ടെല്ലം എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റീവ് ഷീത്ത് ഓഫ് റാഡിക്കിൾ, അതിനെ വിളിക്കുന്ന പേരാണ് കോളിയോ റൈസ. രാമു വൈൽ ഒബ്സർവിംഗ് ദ സിയസ് ഓഫ് ആന്തർ ഓഫ് ഡാറ്ററ ത്രൂ എ മൈക്രോസ്കോപ്പ് ഫൗണ്ട് 4 വാൾ ലെയേഴ്സ്. നെയിം ദ ലെയേഴ്സ്. ആന്തറിന്റെ 4 വാൾ ലെയേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. ഏതൊക്കെയാണ്? ഔട്ടർ ഈസ് ദ എപ്പിഡർമിസ്, സെക്കൻഡ് ലെയർ ഈസ് ദ എൻഡോത്തീസിയം, തേർഡ് ലെയർ ഈസ് ദ മിഡിൽ ലെയർ ആൻഡ് ഫോർത്ത് ലെയർ ടപ്പീറ്റം. Write down the functions. The outer 3 layers perform protective function and help in the descent of pollen. Next, tapetum nourishes the developing pollen. അടുത്തത്,
Diagrammatic representation of mature embryo sac is given. Identify the cells that are involved in fertilization. ഇവിടെ ഫെർട്ടിലൈസേഷനിൽ വരുന്ന സെല്ലുകൾ എന്ന് പറയുമ്പോൾ സെൻട്രൽ സെൽ, എഗ് സെൽ, ഇവിടെ 2 സ്ഥലങ്ങളിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സെൻട്രൽ സെല്ലിലെ പോളാർ ന്യൂക്ലിയസുമായിട്ട് മെയിൽ ഗാമേറ്റ് ഫെർട്ടിലൈസേഷനിൽ വരുന്നു. അതുപോലെ എഗ് സെല്ലുമായിട്ടും മെയിൽ ഗാമേറ്റ് ഫെർട്ടിലൈസേഷനിൽ വരുന്നു. നെക്സ്റ്റ്, റൈറ്റ് ദ പ്ലോയിഡി കണ്ടീഷൻ ഓഫ് ദാറ്റ് സെൽസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് മുൻപ് സെൻട്രൽ സെല്ലിൽ 2n കണ്ടീഷനാണ്, n+n കണ്ടീഷനാണ്. ഫെർട്ടിലൈസേഷന് ശേഷം അവിടെ 3n കണ്ടീഷനാണ് വരുന്നത്. അതുപോലെ ഫെർട്ടിലൈസേഷന് മുമ്പ് എഗ് n കണ്ടീഷനാണ്, ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. ഫെർട്ടിലൈസേഷന് ശേഷം അവിടെ ഡിപ്ലോയിഡ് കണ്ടീഷനാണ്, 2n കണ്ടീഷനാണ്. പോയിന്റ് ഔട്ട് ദ റോൾ ഓഫ് എക്സ് ഇൻ ദ ഡയഗ്രാം. അത് ഫിലിഫോം അപ്പാർട്ടസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗൈഡ്സ് ദ പൊളൻ ടിപ്പ് ഇൻ ടു സൈനർജിഡ്സ് അറ്റ് ദ ടൈം ഓഫ് പൊളൻ ജെർമിനേഷൻ പ്രിയർ ടു ഫെർട്ടിലൈസേഷൻ. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോവിങ്. ഇവിടെ എംബ്രിയോ ഡെവലപ്മെന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. നെയിം ദ പ്രോസസ്. ഫോർമേഷൻ ഓഫ് എംബ്രിയോ, എംബ്രിയോജെനസിസ് എന്നാണ് വിളിക്കുന്നത്. ലേബൽ ദ സ്റ്റേജസ് ഓഫ് എ, ബി, സി ആൻഡ് ഡി. എ, ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്ക് കണ്ടെയ്നിങ് സൈഗോട്ട് ആൻഡ് പെൻ. ബി, ഗ്ലോബുലാർ എംബ്രിയോ. സി, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ. ഡി, മെച്ചുർ എംബ്രിയോ ഷോവിംഗ് റാഡിക്കൽ പ്ലൂമ്യൂൾ ആൻഡ് കോട്ടിലഡൻ. Apomictic seeds are important in agriculture. Do you agree? Give reason. Yes. Apomictic seeds agriculture വളരെ പ്രധാനപ്പെട്ടതാണ്. These seeds are formed without fertilization. Hence, there is no genetic variation. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് സീഡ്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നില്ല. This feature is helpful to preserve desirable characters for many years. അതുകൊണ്ട് തന്നെ ഡിസറബിൾ ക്യാരക്ടേഴ്സ് വളരെയധികം കാലം നിലനിർത്താനായി സഹായിക്കുന്നു. സപ്പോസ് യു ആർ ഗിവൺ 4 ഫ്ലവേഴ്സ്, നെയ്മിലി മെയ്സ്, വലിസിനറിയ, സൺഫ്ലവർ ആൻഡ് സോസ്റ്റിറ. സ്റ്റേറ്റ് ദ മോഡ് ഓഫ് പൊളിനേഷൻ ഇൻ ഈച്ച് ഫ്ലവർ. മെയ്സ് വിൻഡ് പൊളിനേഷൻ, വലിസിനറിയ വാട്ടർ പൊളിനേഷൻ, സൺഫ്ലവർ ഇൻസെക്ട് പൊളിനേഷൻ, സോസ്റ്റിറ water pollination. Differentiate between Cleistogamous and Chasmogamous flowers. Cleistogamous, closed flower, flower bud not open. Chasmogamous, opened flower, exposed ആന്ത്രം സ്റ്റിഗ്മയും അതിൽ കാണാൻ കഴിയും. നെക്സ്റ്റ്, pollination is aided by biotic and abiotic agents. Identify the types of pollination in Vallisneria, coconut and grass. Vallisneria വാട്ടർ പൊളിനേഷൻ ആണ്. കോക്കനട്ട് ആൻഡ് ഗ്രാസ് വിൻഡ് പൊളിനേഷൻ ആണ്, കാറ്റിലൂടെയുള്ള പൊളിനേഷൻ ആണ്. നെക്സ്റ്റ്, ഗൈറ്റനഗമി ഈസ് ഫങ്ഷണൽ ക്രോസ് പൊളിനേഷൻ ആൻഡ് ഇറ്റ് ഈസ് ജനറ്റിക്കലി സിമിലർ ടു ഓട്ടഗമി. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഗൈറ്റനഗമി ഈസ് ഫങ്ഷണൽ ക്രോസ് പൊളിനേഷൻ ഇൻവോൾവിംഗ് പൊളിനേറ്റിംഗ് ഏജന്റ്, wind, insect, etc. But it is genetically similar to autogamy because the pollen grain comes from the same plant. ഒരേ പ്ലാന്റിലെ പൊള്ളൻ ഗ്രെയിൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പൊളിനേഷനിൽ പങ്കെടുക്കുന്നത്. ഗൈറ്റനഗമി മീൻസ് ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. നേച്ചർ mostly prefer xenogamy. Give reasons. Xenogamy is cross-pollination, transfer of pollen grains from anther to stigma of the different plant and cause genetic variation and result in healthy and stronger offsprings, production of large number of seeds. So, the new variety developed having useful characteristics. ശരിക്കും പുതിയ വെറൈറ്റി ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തഡാണ് സീനോഗമി. നെക്സ്റ്റ്, ഇൻ ദ ഫെമിലിയർ പ്ലാന്റ് പപ്പായ, ഓട്ടഗമി ആൻഡ് ഗൈറ്റനഗമി ഡു നോട്ട് ഒക്കർ. പോയിന്റ് ഔട്ട് ദ റീസൺ. പപ്പായ ഈസ് എ ഡൈഷ്യസ് പ്ലാന്റ് because male and female flowers are present in
different plants which prevent autogamy and geitonogamy. Autogamy takes place in bisexual flower, but geitonogamy in different flowers on same plant. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ടുള്ളത്. ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടുവെന്ന് കരുതുകയാണ്. കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും വീഡിയോ ക്ലാസ്സുകൾ കാണുക. എല്ലാവർക്കും നന്ദി.